വർഷീയ ശ്രീകാന്തമാരുടെ വെഡിങ് ആനിവേഴ്സറി നൈറ്റ് ആഘോഷിക്കുകയാണ്. അവർ പിണക്കങ്ങളെല്ലാം മറന്ന് ഒന്നായി ഇണപ്രാവുകളെ പോലെ അവരുടെ വെഡിങ് ആനിവേഴ്സറി നൈറ്റ് ആഘോഷിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി രേവതിയുടെ വീടാണ് പിന്നെ കാണിക്കുന്നത്. രേവതി വന്നേക്കാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ രേവതിയുടെ വാടക വീട് പഴയ വാടക വീട് മാറിയ ഒരു പുതിയ വാടക വീട് എടുത്തേക്കാണ്. അപ്പോൾ രേവതി വന്ന് നോക്കുമ്പോൾ ദേവും ശരത്തും കൂടി സാധനങ്ങൾ ഫർണിച്ചറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കണ്ട, നിങ്ങളുടെ കഴിഞ്ഞ ഒതുക്കലൊക്കെ ചോദിക്കുമ്പോൾ ദേവു നീ ഇന്ന് ലീവാണോ വെച്ചപ്പോൾ ലീവാക്കി രേവതി ചേച്ചി, ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കണ്ടേ, അതിനു വേണ്ടി ലീവ് എടുത്തതാന്നൊക്കെ പറയണം. എങ്ങനെയുണ്ട് മോളെ വീട് എന്ന് വെച്ചാൽ പുറമേ നിന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായി. ഇനിയിപ്പോൾ ഉള്ളു നോക്കിയിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം എങ്ങനെ നോക്കിയാലും വാടക വീടല്ല അമ്മേ, സ്വന്തം വീടല്ലല്ലോ എന്നൊക്കെ പറയാണ് രേവതി. അമ്മ വാ നമുക്കിതൊന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീടൊക്കെ നോക്കാണ്. ആ വാടക വീടാണെങ്കിലും മോളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പാലൊക്കെ കാച്ചി, നെയ്യും സച്ചി ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയാണ്. അപ്പോൾ ശരത്ത് ചോദിക്കും എവിടെ സച്ചിയേട്ടൻ ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ ട്രിപ്പ് പോയിടാന്ന് പറയാണ്. അപ്പോൾ ദേവു പറയണ ചേച്ചി ഇവിടെ അടുത്താണ് എൻ്റെ ഹോസ്പിറ്റൽ, എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ പറയാണ്. ആ അപ്പം നിനക്കും എളുപ്പമായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ രേവതി പറയണ വാ അമ്മ നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ പറയണേ. നിൽക്ക് മോളെ ഇരിക്കെ, ഞാൻ പായസം എടുത്തിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ രേവതിയുടെ അമ്മ പായസം എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ് അവളോട് എന്തായാലും വാടക വീടാണ് ശരിയാണ്, അപ്പം അച്ഛൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടെ തറയ്ക്കേണ്ട അമ്മയെ ചോദിക്കുമ്പോൾ വേണ്ട മോളെ, അച്ഛൻ്റെ ഫോട്ടോ നമുക്ക് പൂജാമുറിയിൽ വെക്കാം, എന്തായാലും നമ്മളെ സംരക്ഷിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ ദൈവങ്ങളുടെ കൂട്ടത്തിൽ നിൻ്റെ അച്ഛനും ഉണ്ടാവണം എന്ന് എനിക്ക് ഒരാഗ്രഹം, അപ്പം ഇനി പൂജാമുറിയിൽ വെച്ചാൽ മതി ഫോട്ടോ എന്നൊക്കെ പറയണം. എന്തായാലും എനിക്ക് ഇനി ഒരു ആഗ്രഹം കൂടി ഉണ്ട്, നമുക്കൊരു വാടക വീടാണല്ലോ, നമുക്കൊരു ചെറിയ വീടായാലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊരു ആഗ്രഹം ഉണ്ട് പറയുമ്പോൾ രേവതി പറയാൻ നടക്കും അമ്മേ, എനിക്കിപ്പം ചെറിയ ജോലിയാണെങ്കിൽ എനിക്കൊരു വരുമാനമുണ്ട്, ദേവുവിനൊരു വരുമാനമുണ്ട്, എല്ലാം നടക്കും അമ്മ, അമ്മ സമാധാനമായിട്ടിരിക്കും, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാണ് രേവതി. അങ്ങനെ രേവതിയുടെ കുടുംബം പുതിയ വാടക വീട്ടിലേക്ക് മാറിയതിൻ്റെ വിശേഷങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം അച്ഛമ്മ പോവാൻ ഇറങ്ങാണ്. അപ്പോൾ രേവതി അടുക്കളയിൽ പണിയാണ്. മോളെ രേവതി അച്ഛമ്മ ഇറങ്ങാന്ന് പറയുമ്പോൾ അതാ വരുന്ന അച്ഛമ്മയെ മറ്റേ രേവതി വേഗം അവിടെ നിന്ന് ഓടിപ്പോണത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് പറ്റണില്ല. അങ്ങനെ രേവതി ചെന്ന് നോക്കുമ്പോൾ സച്ചി ബാഗൊക്കെ വണ്ടിയിൽ കയറ്റി. അപ്പൊ പറയാ അച്ഛൻ പറയാം മോളെ എപ്പം നോക്കിയാലും നിനക്ക് അടുക്കളയിൽ പണിയാണല്ലോ, ഈ വർഷയ്ക്കും ശ്രുതിക്കൊക്കെ ഇവിടെ ഒന്ന് സഹായിച്ചാൽ എന്താ, നിങ്ങളുടെയൊക്കെ കയ്യിലത്തെ വളം ഉരിപ്പുവോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അച്ഛമ്മ അവരോട് ദേഷ്യപ്പെടുന്നു. അതൊന്നും സാരില്ല അച്ഛമ്മയെ പറയാണ്. അപ്പൊ രേവതി പറയാം നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ നിനക്ക് ഈ വീട് അടുക്കളപ്പണി ഇങ്ങനെ നടന്നാൽ മതിയോ, ഞാൻ പൂവിക്കാൻ പോകണ്ടല്ലോ അച്ഛമ്മ, പൂവിക്കാൻ നീ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകണ്ട. സച്ചി നീ എന്താണ് അവളെ ഒന്ന് ടൂർ കൊണ്ടുപോകാത്ത, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ടൂറൊക്കെ പോയിട്ട് വായോ, ഒരു ട്രിപ്പ് പോയിട്ട് വായോ എന്ന് പറയണം. അപ്പൊ നിങ്ങൾ പോണില്ലേ വരുമ്പോൾ പോണ അച്ഛമ്മയെ പറയണം, എന്നാൽ ഇനി വൈകിക്കേണ്ട, നാളെ തന്നെ നിങ്ങൾ ട്രിപ്പ് പൊക്കോട്ടോ പറയാണ്. ആ പൂവച്ഛമ്മയെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ മുഖം ചുളിയുന്നുണ്ട് ചന്ദ്രമതിക്ക് ശ്രുതിക്കൊക്കെ. അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുന്നുള്ള അർത്ഥത്തിൽ ശ്രുതിനെ നോക്കുന്നുണ്ട്. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, നിങ്ങൾ ഇവിടുന്ന് അവൾ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ആരെ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന്, രേവതി പൂവിക്കാൻ പോണില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ അതാണ് ഇപ്പൊ വലിയ പുറത്തേക്ക്, പിന്നെ അവള് പുറത്തേക്ക് സാധനങ്ങൾ മേടിക്കാനും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്കും എല്ലായിടത്തേക്കും പോണില്ലേ എന്ന് ചോദിക്കാണ് ശ്രുതിയൊക്കെ. ഓഹോ ഇതാണ് പുറത്തേക്ക് ഇറങ്ങല്, സച്ചി നീ അവളെ കൊണ്ടുപോകണം കേട്ടോ നാളെ എന്ന് പറയണ, ആ കൊണ്ടുപോവാ അച്ഛമ്മയെന്ന് പറയണം. അങ്ങനെ സച്ചി രേവതിയും കൂടി പിറ്റേ ദിവസം ടൂർ പോകാന്നുള്ള പ്ലാനിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി കഴിയുമ്പോൾ അപ്പൊ ചന്ദ്ര പറയണോ ഇനിയിപ്പോൾ ടൂർ പോകാത്തതിന് കുഴപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ പരിഹസിക്കുമ്പോൾ അച്ഛമ്മ ചന്ദ്രനെ ദേഷ്യപ്പെട്ടു, എന്താ നിനക്ക് പറഞ്ഞത് ഇഷ്ടമായില്ലേ, നിനക്ക് ഇനി എന്തെങ്കിലും പറയണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അച്ഛമ്മ രവിയോട് പറയണ, രവി ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വാടാ പറയണം. അപ്പൊ രവീന്ദ്രൻ ഇറങ്ങി ചെല്ലുമ്പോൾ രവീന്ദ്രന്റെ നെഞ്ചത്തെ തല ചായച്ച് ചേർന്ന് നിൽക്കുകയാണ് അച്ഛമ്മ. അപ്പൊ രവി ചോദിക്കും എന്താ അമ്മേ പതിവില്ലാതെ ഇങ്ങനെ, എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിടാ, നിന്റെ നെഞ്ചിലൊന്ന് ചേർന്ന് നിൽക്കണം എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി അച്ഛമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി പോവാണ്. അച്ഛമ്മ പോയപ്പോൾ രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ചന്ദ്രമതി ശ്രുതി അകത്തേക്ക് പോവാണ്. പക്ഷെ കണ്ണ് നിറഞ്ഞിട്ട് ഒരാൾ നിൽക്കേണ്ടത് വേറെ ആരുള്ളത്, അച്ഛമ്മയുടെ സ്വന്തം മോനായ രവിയാണ്. രവീന്ദ്രൻ കണ്ണടയൊക്കെ എടുത്തിട്ട് മുഖമൊക്കെ തുടയ്ക്കാനായിട്ട്. അപ്പൊ അത് കണ്ടു നിന്നിട്ട് രേവതി ദീർഘനിശ്വാസം എടുത്തിട്ട് രേവതി അങ്ങനെ പോവാണ് അടുക്കളയിലേക്ക് വീണ്ടും പണിക്ക്. അത് കഴിഞ്ഞ് അടുക്കളയിൽ രേവതി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ രേവതി ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ചന്ദ്ര പറയാണ്, രേവതി നിനക്ക് പറ്റുമോ സച്ചിയുടെ കൂടെ പോവാൻ, അവൻ കള്ളുകുടിയൻ, അവൻ എവിടെ നിന്നൊക്കെ കുടിക്കാന്നല്ല, ടൂറ് പോയാൽ ചിലപ്പോൾ നിന്നെ അവിടെ ഇവിടെ ആക്കിയിട്ട് അവൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കുടിക്കും, അവൻ ഇവിടുന്ന് പണ്ടേ ടൂറ് പോകുമ്പോൾ എപ്പോഴും വെള്ളടിച്ചിട്ടാ വരാറ്, നീ എന്ത് വിശ്വസിച്ചിട്ടാ അവൻ്റെ കൂടെ ടൂറ് പോണ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ എൻ്റെ കൂടെ വരണമേ, സച്ചിയേട്ടൻ ഒരു കുടിയും കുടിക്കില്ല, എനിക്കറിയാം ഞാൻ സച്ചിയേട്ടൻ്റെ കൂടെ ഉള്ള, ഒന്നാമത് സച്ചിയേട്ടൻ ഇപ്പൊ കുടിക്കാറില്ലേ പറയുമ്പോൾ നിന്റെ വിശ്വാസമല്ലേ, അവൻ കുടിക്കും, എന്നിട്ട് അവൻ നിന്നെ
ഒറ്റപ്പെടുത്തും ചെയ്യും, ആവശ്യമില്ലാതെ അവൻ്റെ കൂടെ പോവാൻ നിൽക്കണ്ടെന്നൊക്കെ പറയണം. എന്തായാലും ഞാൻ പോവമ്മേ, ചേട്ടനുണ്ടല്ലോ. അല്ല അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും ശരിയാവില്ല. ക്ലൈമറ്റൊക്കെ ശരിയാവുമേ. അല്ല അതൊന്നും ചിലപ്പോൾ നിനക്ക് പറ്റില്ല. നിന്റെ ഈ പൂ വിൽക്കണ ജോലി നീ എന്ത് ചെയ്യും? നിന്റെ കസ്റ്റമേഴ്സൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോവില്ലേ 2-3 ദിവസം പൂ കൊടുക്കാൻ? നീ എന്താ അതൊന്നും ആലോചിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അതൊക്കെ ഞാൻ അമ്മയോടും ദേവുവിനോടും പറഞ്ഞിട്ട് അവർ കൊടുത്തോളും. പിന്നെ നിന്റെ കസ്റ്റമേഴ്സിന് പൂ കൊടുക്കലല്ലേ അവരുടെ പണി എന്ന് പറയാണ്. ചന്ദ്രമതി വീണ്ടും കുറെ തടസ്സങ്ങൾ പറയണം അവര് ട്രിപ്പ് പോവാതിരിക്കാൻ വേണ്ടി. പക്ഷെ ആ തടസ്സങ്ങളൊന്നും രേവതിയുടെ അടുത്ത് വില പോണില്ല. രേവതി പറയും ലാസ്റ്റ്, അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടേ? ഞാൻ ടൂറ് പോവാതിരിക്കണം, അതിനല്ലേ അമ്മ ഈ കളി മുഴുവൻ കളിക്കണം. എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ചന്ദ്രമതി പറഞ്ഞ ന്യായങ്ങളെല്ലാം തടഞ്ഞിട്ട് രേവതി ചന്ദ്രമതിയുടെ വായടപ്പിക്കാൻ. എന്നിട്ട് പറയാം, അമ്മയ്ക്ക് കയറണോ? ഞാൻ ഇപ്പോൾ വിളിച്ച അച്ഛമ്മ വരിട്ട്, അച്ഛമ്മേനെ വരുത്തിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ടൂറിന് പോകണമെന്ന് വെച്ചാൽ ടൂറിന് പോവെന്നെങ്കിൽ ഞങ്ങൾ ഈ ട്രിപ്പ് മുടക്കില്ല. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകുമെന്ന് പറയുകയാണ് രേവതി. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് അടുക്കളയിൽ നിന്ന് പോകണം. എന്നിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതിനെ നോക്കിയിട്ട് എന്തോ തീരുമാനിച്ച ഭാഗത്തിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രവീന്ദ്രൻ ഇരുന്ന് പത്രം വായിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി കാറും കൊണ്ട് വരുമ്പോൾ അച്ഛമ്മ കയറ്റി വിട്ടാൽ അതൊക്കെ കയറ്റി വിട്ട അച്ഛന്ന് പറയുമ്പോൾ പറയാണ്, അല്ല നിങ്ങൾ നാളെ തന്നെ ട്രിപ്പ് പോവല്ലേ ചോദിക്കണം. ഞങ്ങൾ പോകണ്ട അച്ഛൻ, നാളെ തന്നെ പോകണ്ട. എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ സ്ഥലമൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛൻ, ഈ ഒരു കാര്യം ചെയ്യാം, വർഷയോടും ശ്രീകാന്തിനോടൊക്കെ ഒന്ന് ചോദിക്കുക, അവർക്ക് കറക്റ്റായിട്ട് അറിയാമെന്നൊക്കെ പറയണം. അങ്ങനെ തീരുമാനിക്കുക അച്ഛ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സച്ചി ഹോളിലേക്ക് കയറുമ്പോൾ ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വർഷം വന്നിട്ട് സച്ചിയേട്ടാ നാളെ പോകണില്ലേ ചോദിക്കുക. നാളെ പോകണം വർഷേ, എവിടേക്കാണ് പോകണമെന്ന് തീരുമാനിച്ചു നോക്കുമ്പോൾ ഇല്ല പറഞ്ഞപ്പോൾ പറയണം, എന്നാൽ ഞാൻ സ്ഥലം നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം, ഒരു കാര്യം ചെയ്യും, മൂന്നാർ പൊക്ക സച്ചിട്ട് അവിടെ നല്ല സ്ഥലമാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ കോണിപ്പടിയുടെ മുകളിൽ ബാൽക്കണിയിൽ ശ്രുതി നിൽക്കുന്നുണ്ട്, ചന്ദ്രമതി ഉണ്ട്. ഇവർക്കൊന്നും വലിയ രസമില്ല. അപ്പോൾ ശ്രുതി പറയണം, മൂന്നാറൊന്നും കാണാനൊന്നും ഇല്ല എന്ന് പറയണം. അപ്പോൾ ശ്രുതി ചേച്ചി പോയിട്ടുണ്ട്, മൂന്നാർ ഇല്ല. പിന്നെ എന്തിച്ചിട്ട് ശ്രുതി ചേച്ചി പറയണേ, അല്ല അവിടെ ഒന്നും അധികം ആളൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറയാണ്. അപ്പോൾ വർഷ പറയും, നല്ല സ്ഥലം സച്ചിയേട്ടാ, മൂന്നാർ പൊക്കോ, നല്ല ക്ലൈമറ്റ് അവിടെ, നല്ല ഇതാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണം, അവിടെ റിസോർട്ടൊന്നും കിട്ടില്ല, നല്ല തിരക്കായിരിക്കും എന്ന് പറയുമ്പോൾ വർഷ പറയണേ, എന്തറിഞ്ഞിട്ട് സുചേച്ചി പറഞ്ഞു. സുചേച്ചി പറയണു ആരും ഇല്ല അവിടെയെന്ന്, പിന്നെ പറയണു തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, ഇപ്പോൾ പറയണു നല്ല തിരക്കാണ്, റിസോർട്ടൊന്നും കിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ തിരക്കില്ലാത്ത സ്ഥലമാണെങ്കിൽ എങ്ങനെയാണ് ചേച്ചി റിസോർട്ട് കിട്ടാതിരിക്കണേ? ചേച്ചി എന്തറിഞ്ഞിട്ട് സംസാരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ ശ്രുതിനെ കളിയാക്കാണ്. എന്നിട്ട് പറയും, സച്ചേട്ടാ ഞാൻ റൂം ബുക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് വർഷ അപ്പം തന്നെ ഫോണിൽ നോക്കി റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുക്കണം, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നാളെ തന്നെ പൊക്കോ എന്ന് പറയണം. അപ്പോൾ ശരി പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് തീരെ പറ്റണില്ല. അവിടെ ഇപ്പോൾ കാണാൻ പറ്റിയതൊന്നുമില്ല, വെറുതെ പോയിട്ട് വരാം. അപ്പോൾ ചന്ദ്രമതി പറയാം, അവരെ എവിടേക്കെങ്കിലും പോയിട്ട് അവരുടെ കാശ് കളഞ്ഞോട്ടെ, നീ എന്തിനാ മുടക്കാൻ നിൽക്കണേന്നൊക്കെ ചോദിക്കാനും ശ്രുതിയോട്. അപ്പോൾ ഈ ശ്രുതിക്കൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ സച്ചി പറയും, രേവതിയെ നമ്മൾ പോവരുത്, അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം, അത് തടയാനാണ് ഇവിടെ കുറച്ച് പേരൊക്കെ നോക്കണത്. ആരൊക്കെ നോക്കിയാലും നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും രേവതി ട്രിപ്പ് പോകുമെന്ന് പറയാണ് സച്ചി. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് തീരെ പറ്റണില്ല കേട്ടോ, ദേഷ്യം വന്നിട്ടാണ് ചന്ദ്രമതി ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഹോളിൽ ഉണ്ട്, എന്തോ ഇങ്ങനെ ആലോചിക്കുന്നത് വേറെ ഒന്നല്ല, സച്ചിയുടെ രേവതിയുടെയും പോക്ക് എങ്ങനെ മുടക്കാം എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് രവീന്ദ്രൻ അവിടെ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയും കൂടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ സച്ചി രേവതിയും കൂടി പറയണ, കണ്ടില്ലേ ആലോചിക്കുക, നമ്മുടെ പോക്ക് മുടക്കാനുള്ള ആലോചന ഇങ്ങോട്ട് അപ്പം ശരിയാക്കി കൊടുക്കാന്നൊക്കെ വേണ്ടി അവരുടെ കയ്യിലൊരു കവറുണ്ട്. അവരങ്ങനെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ആലോചിക്കണേ, നാളത്തെ ഞങ്ങളുടെ പോക്ക് എങ്ങനെ മുടക്കാന്നാണോ? അതെ, ആരൊക്കെ ആലോചിച്ചാലും അത് മുടങ്ങില്ല കേട്ടോ, ഞങ്ങൾ പോവന്നെ ചെയ്യാമേ, ഇനിയിപ്പോൾ ഇവിടെ എന്തെന്നെ സംഭവിച്ചാലും ഞങ്ങളുടെ പോക്ക് മുടങ്ങില്ല, ഞങ്ങൾ നാളെ എന്നൊരു ദിവസം തന്നെ ഞങ്ങൾ പോയിരിക്കും എന്ന് പറയണം. അല്ലേ രേവതി ചോദിക്കും, അതേ എന്ന് പറയണം. ഇനിയിപ്പോൾ അമ്മയ്ക്ക് അഥവാ വല്ല ഗ്യാസ് ട്രബിൾ വയറു ഉരുണ്ട് കാറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് ഗ്യാസിൻ്റെ ഗുളിക, അമ്മയ്ക്ക് ഇനി തലവേദന വരുന്നുണ്ടെങ്കിൽ കണ്ടോ ഇത് തലവേദനയുടെ മരുന്ന്, അമ്മയ്ക്ക് ഇനിയിപ്പോൾ കയ്യും കാലും കടച്ചിലാണെന്ന് കണ്ടോ ഇത് അതിന് പെരട്ടുള്ള മരുന്ന് പറഞ്ഞിട്ട് ഓരോ മരുന്നായിട്ട് സഞ്ചിയുടെ ഉള്ളിന്നെടുത്ത് കാണിച്ചു കൊടുക്കാണ് ചന്ദ്രമതിനെ ഇങ്ങനെ കളിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രവീന്ദ്രൻ ഇരുന്ന് ചിരിക്കണം, നന്നായി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രവീന്ദ്രൻ ഇരുന്ന് ചിരിക്കണം. അപ്പോൾ ചന്ദ്രമതിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇത് ആ മരുന്ന് ഈ മരുന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ ചന്ദ്രമതി ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ, അവിടെ അമ്മ എവിടേക്കാണ് പോണതേ, ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ പോക്ക് എങ്ങനെ മുടക്കാന്നുള്ള കുരുട്ടുബുദ്ധി കാണിക്കാതെ ഞങ്ങൾ നന്നായി പോയിട്ട് വരാൻ ഞങ്ങളെ അനുഗ്രഹിച്ച് വിടുക അമ്മ വേണ്ടത്, കേട്ടില്ലേ, ഞാൻ അമ്മോട് അതാ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രമതിയോട് പറയാണ്. പക്ഷേ ചന്ദ്രമതിക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ യാത്ര മുടക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്, നിങ്ങൾ പോയത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ ചന്ദ്രമതി അങ്ങനെ അകത്തേക്ക് പോവാണ്. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലൊരു എന്താ പറയുക, ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ ഒരു വർഷമായെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു ഹണിമൂൺ ട്രിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് സച്ചി രേവതി. അപ്പം നാളെ അവരുടെ യാത്രയുടെയൊക്കെ വിശേഷങ്ങളായിരിക്കും നാളത്തെ സീരിയലിൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്